ഏതൊരാൾക്കും ചെമ്പൻ കൊലുമ്പന്റെ സ്മൃതി കുടീരം കാണാതെ കടന്നുപോകാനാവില്ല. ഡാമിലേക്ക് തിരിയുന്ന വെള്ളാപ്പാറയിലാണ് സ്മൃതി കുടീരം. മലങ്കര എസ്റ്റേറ്റിലെ സൂപ്രണ്ട് WJ ജോൺ ചെമ്പൻ കൊലുമ്പനുമായുള്ള നായാട്ടുയാത്രയിലാണ് ഇടുക്കി അണക്കെട്ട് പദ്ധതി കണ്ടെത്തിയത്. വേട്ടയ്ക്കിടെ യാത്രയ്ക്ക് വഴികാട്ടിയായി ചേർക്കപ്പെട്ട കൊലുമ്പൻ എന്ന ആദിവാസിയെ അദ്ദേഹം കണ്ടുമുട്ടുകയും കുറവനും കുറത്തിമലയും കാണിച്ചു കൊടുക്കുകയുമായിരുന്നു. എൻ്റെ പേര് രഘു, താമസിക്കുന്ന കൊലുമ്പാങ്കോളയാണ്. വയസ്സ് 35. കൊലുമ്പൻ്റെ കൊച്ചുമാൻ്റെ മകനാണ് ഞാൻ. എല്ലാ വർഷങ്ങളും തോറും വിഷുവിനും ഓണത്തിനൊക്കെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരുന്നതാണ്. അതെ, ആണ്ടിനായിട്ട് വരാറില്ല, വിഷുവിനും ഓണത്തിനൊക്കെ വരാറുള്ളൂ. മുത്തപ്പനാണ് ഇടുക്കി ഡാം കാണിക്കാൻ സായിപ്പിൻ്റെ കൂടെ നടന്ന് ഈ ഡാം കെട്ടാന്നുള്ള ഇത് കാണിച്ചു കൊടുത്തത്. മറ്റതിന് ശേഷം ഇവിടെ ആണെങ്കിൽ കൊലുമ്പൻ്റെ മകനെയും ഇവിടെ തന്നെയാണ് അടക്കിയേക്കുന്നത്. പിന്നീട് ഇത് സ്മാരകം മാറ്റുമായിരുന്നു ചെയ്തത്. തന്നെ പഞ്ചായത്താണെങ്കിലും MP ആണെങ്കിലും MLA ഇലക്ഷനാണെങ്കിലും ആ സമയത്താണ് എല്ലാവരും ഇവിടെ വന്നിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുന്നത്, അല്ലാതെ ആരും വരാറില്ല. കുന്നുകളിലൂടെ ഒഴുകുന്ന പെരിയാർ ജൂണിനെ ആകർഷിച്ചു. വൈദ്യുതി ഉൽപാദനത്തിനും ജലസേചനത്തിനും ഉപയോഗപ്രദമാകുന്ന ഒരു അണക്കെട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ആശയം ലഭിക്കുന്നു. തുടർന്ന് അണക്കെട്ടിന്റെ സാധ്യതകളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം പോലെ കൊലുമ്പനും ഓർമ്മയിൽ ഇടം നേടി. തുടർന്ന് കൊലുമ്പന് ഒരു സ്മാരകം നിർമ്മിക്കുകയായിരുന്നു. കൊലുമ്പന്റെ ഏക മകന് ഉണ്ടായ 5 മക്കളാണ് സ്മാരകത്തിന്റെ സംരക്ഷകരായിട്ടുള്ളത്. സ്മൃതി കുടീരത്തിലെ പൂർണ്ണകായക പ്രതിമയിൽ നിലവിളക്ക് തെളിയിക്കും. വെറ്റില, അടയ്ക്ക, പുകയില എന്നിവ വഴിപാടായി സമർപ്പിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് കക്ഷിഭേദം എല്ലാ സ്ഥാനാർത്ഥികളും എത്തി പിൻഗാമികളിൽ നിന്നും അനുഗ്രഹം വാങ്ങാറുണ്ട്.